ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു RC കാറാണ്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇതിലിതാ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതാണ് ഇവിടെ യൂസർ മാനുവൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. എന്നാൽ അൺബോക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഗായ്സ്, ഈ കാറിൻ്റെ പെയിൻ്റൊക്കെ കുറച്ച് പോയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാറ് ഞാൻ വാങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാറിന് കവർ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇതാണ് നമ്മുടെ RC കാർ. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ കൺട്രോളർ വരുന്നത്. ഇതിൻ്റെ ആൻറ്റിനയാണിത്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതിന് 4 ബട്ടൺസാണ് വരുന്നത്. അതിൽ ഒന്ന് ഫോർവേഡ്, പിന്നെ ബാക്ക്വേഡ്, പിന്നെ റൈറ്റ്, ലെഫ്റ്റ് എന്നീ ബട്ടൺസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ റിമോട്ടിൻ്റെ ലുക്കായി വരുന്നത്. പിന്നെ ഗായ്സ്, ഇതാണ് അതിൻ്റെ ചാർജറായി വരുന്നത്. അപ്പോൾ ഗായ്സ്, ഇവിടെയാണ് നമ്മളെ ബാറ്ററി ഒക്കെ ഇടുന്നത്. ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. 1.2 വോൾട്ടിൻ്റെ 700 mAh ആണ് ഇതിൽ വരുന്നത്. റിമോട്ടിൽ ബാറ്ററി ഇടുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇതിൽ ഇടേണ്ടത് സാധാ നമ്മുടെ AA ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ആ ബാറ്ററി ഇടാം. ഇതാണ് ഞാൻ ഇടുന്ന ബാറ്ററി. അപ്പോൾ ഗായ്സ്, ഇവിടെയാണ് നമ്മുടെ ചാർജറിന് ഫ്രീ നെറ്റ്വർക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചാർജ് ചെയ്യാം. ഇത് ചാർജ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഗായ്സ്, ഇത് നമ്മൾ ചാർജ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇതാ ഇൻഡിക്കേഷൻ കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഗായ്സ്, നമ്മൾ 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർജർ അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതാണ് ഗായ്സ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. അത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതാ ഗായ്സ്, ഇതിന് ഫ്രണ്ട് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫോർവേഡ് എടുക്കുമ്പോൾ മാത്രമേ ഇത് കത്തുകയുള്ളൂ. നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
മനസ്സിലായോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എല്ലാം ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെക്കും എല്ലാവർക്കും ബൈ.